പണിയൊരുക്കുമ്പോൾ എന്നും ഹൃദയസീമയിൽ തങ്കക്കതിർതൊരിഞ്ഞിടമേ കളഭകോമളമോ നിന്റെ കനകമണി ബിംബം കണ്ടു കരകളിർക്കൂട്ടും ഞങ്ങൾ കഭയമീകണമേ ഇരുളിൽ നിന്നും കരകയറ്റിടമേ കരുണ തന്നോർത്ത് നിന്റെ ചരണ താമരകൾ കൂപ്പാൻ കഥനവാരിധിയിൽ നിന്നും കരകയറ്റിടമേ കലിയുഗ കലിയാം കാട്ട सुमनस वंदित सुंदरी माधवी चंद्र सहोदरी हेममये मुनिगण मंडित मोक्ष प्रदायिनि मंजुळ भाषिणि वेदनुते पंकजवासिनि देव सुपूजित सद्गुण वर्षिणि शांतियुते जय जय हे मधुसूदन कामिनि आदिलक्ष्मि सदा पालय माम् കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ഗണപതിയല്ല എന്ന് എത്ര പേർക്കറിയാം? അച്ഛനേക്കാൾ പ്രാധാന്യം മകനുള്ള ഒരു മഹാക്ഷേത്രം. ഇവിടെ അച്ഛൻ പറയുന്നത് മകൻ കേൾക്കും, മകൻ പറയുന്നത് ലോകം കേൾക്കും. ഒരു നിവേദ്യം, ആ നിവേദ്യത്തിന്റെ പേരിൽ ഒരു നാട് തന്നെ ലോക പ്രശസ്തമായ ഒരു കഥ. അമ്മയായ പാർവതിയും മുരുകനും അയ്യപ്പനും ഗണപതിയും ഉൾപ്പെടുന്ന ഈ കൈലാസ കുടുംബത്തിലെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്നത് മഹാദേവൻ തന്നെ. മകൻ മരിച്ച ദുഃഖത്തിൽ അലഞ്ഞു നടന്ന പെരുന്തച്ഛൻ കൊട്ടാരക്കരയിലെത്തുകയും അവിടെയുള്ള ഒരു പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്തു. ഇടതോട്ട് തുമ്പികയും രണ്ട് കൊമ്പുകളുമുള്ള ആ ഉണ്ണി ഗണപതിയെ ഇവിടെ തെക്ക് ഭാഗത്തേക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം ആഹാരപ്രിയനായ ഗണപതിക്ക് ആദ്യമായി കൊടുക്കുന്നത് കദളിപ്പഴവും അരിപ്പൊടിയും ശർക്കരയും നെയ്യും ചേർത്ത ഉണ്ണിയപ്പങ്ങളായി. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ ഇഷ്ട നിവേദ്യമായി മാറി ഉണ്ണിയപ്പം. ഭഗവാന് ഉണ്ണിയപ്പം നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ പോലും മാറി നിൽക്കുമെന്നാണ് കൊട്ടാരക്കരക്കാരുടെ വിശ്വാസവും അത് തന്നെയാണ് പരമമായത്. ഉണ്ണിയപ്പത്തിന്റെ രുചിയിലും മധുരത്തിലും മറന്നുപോകുന്ന ഗണപതി ഭക്തരുടെ ഏതൊരു ആഗ്രഹങ്ങളും ഏതൊരു പ്രശ്നങ്ങളും തെറ്റെന്തെന്നോ ശരിയെന്തെന്നോ നോക്കാതെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫലങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള ഭക്തന്മാർക്ക് ഉണ്ണിയപ്പ വഴിപാട് നടത്താൻ സാധിക്കും. ഒരു ഗർഗമാലയും ഒരു കൂവളമാലയും ഒരു തേങ്ങയും ഉടച്ച് ഉണ്ണിയപ്പ വഴിപാട് നടത്തി ഭഗവാനെ തൊഴുതു പോകുന്നവർക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ദോഷങ്ങളും ഉണ്ടാകില്ല. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തിനടുത്തുള്ള കൽപ്പാക്കം എന്ന തീരദേശ പട്ടണത്തിലേക്ക് ഏതാണ്ട് 650 കിലോമീറ്ററോളം ദൂരമുണ്ട്. റോഡ് മാർഗം കുറഞ്ഞത് 13 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. കൊല്ലം കൽപ്പാക്കം റൂട്ട് നാളത്തെ ഹോർമുസ് കടലിടുക്കാണ്. കൊല്ലത്ത് നിന്ന് കൽപ്പാക്കത്തേക്കുള്ള വഴി തടസ്സപ്പെട്ടാൽ നാളെ ലോകത്തിന്റെയാകെ ചലനം സ്തംഭിക്കാം. ഒരൽപ്പം അതിശയോക്തിയുണ്ടെങ്കിലും ഇപ്പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾക്കുമേൽ നിഴൽ വീഴ്ത്തുന്ന യുദ്ധവിമാനങ്ങൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾക്ക് വേണ്ടിയുള്ള വൻ ശക്തികളുടെ വിലപേശലുകൾ, ഇന്ധനവില വർധനവിൽ തകരുന്ന സമ്പദ് വ്യവസ്ഥകൾ, ഇതാണ് ഇന്നത്തെ ലോകചിത്രമെങ്കിൽ ഈ ബഹളങ്ങൾക്കിടയിൽ ആരും കൊട്ടിഘോഷിക്കാതെ ഇന്ത്യ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പുതിയ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കായി ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല. പകരം സ്വന്തമായി ഇന്ധനം നിർമ്മിക്കാനുള്ള നിലപാട് തറ ഒരുക്കിയിരിക്കുന്നു. നാളെ ലോകത്തെയാകെ നിയന്ത്രിക്കുന്ന പുതിയ ക്രൂഡ് ഓയിലായ ആണവ ഇന്ധനത്തിന്റെ ഒരിക്കലും വറ്റാത്ത ഒരു അക്ഷയപാത്രം നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 6-ാം തീയതി രാത്രി 8:25 കടലലകൾ ആർത്തലയ്ക്കുന്ന കൽപ്പാക്കത്തെ തീരത്ത് ഇന്ത്യ നിശബ്ദമായി ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഊർജ മേഖലയിൽ ലോകത്തിന്റെ ഗൾഫായി വരും നാളുകളിൽ നമ്മുടെ രാജ്യത്തെ ಸ್ವರವೆಲ್ಲ ನಲಿದಿವೆ ಕೇಳು ಯಾರೀ
ചാർജ് പോയിന്റിന്റെ Feelings,